മ്യൂസിക്, സംഗീതം കേൾക്കുന്നവൻ മുത്തക്കബ്ബിറാണെന്നുള്ള പറയാം. ഞാൻ പറഞ്ഞല്ല, അല്ല പറഞ്ഞ മ്യൂസിക് കേൾക്കാം. എന്റെ ആയത്ത് 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 6-7 ആയത്ത്. അല്ല പറയാണ്, വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വ ഉലൈക ലഹും അദാബുൻ മുഹീൻ. യാതൊരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുവാനും അതിനെ അഥവാ കിതാബിനെ, ഖുർആനിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ, യഅനി അൽ മആസിഫ്, സംഗീതോപകരണങ്ങൾ, ഇൻസ്ട്രുമെന്റൽ ഓർക്കസ്ട്ര, പച്ചക്ക് തഫ്സീർ കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഫ്സീർ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാഇന്റെ ഇജ്മാ, മ്യൂസിക് ഹറാം. കേട്ടാലും വിനോദ വാർത്തകൾ ചിലർ വിലക്ക് വാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാർക്ക് അവർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത്. അതായത് സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് ആസ്വദിക്കുന്നവർ എന്നാണ് മ്യൂസിക്. ഇനി ഇതിന്റെ ബാക്കി എന്നറിയോ? وَإِذَا تُتْلَى عَلَيْهِ آيَاتُنَا وَلَّى مُسْتَكْبِرًا كَأَن لَّمْ يَسْمَعْهَا كَأَنَّ فِي أُذُنَيْهِ وَقْرًا فَبَشِّرْهُ بِعَذَابٍ أَلِيمٍ. അത്തരം ഒരാൾക്ക്, ഈ സംഗീതത്തിന്റെ പിന്നാലെ ജീവിച്ചു പോണ ഒരാൾക്ക് നമ്മുടെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യും? ഓതി കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്ന, അവനത് കേട്ടിട്ടില്ലാത്തതുപോലെ. ഒരിക്കലും അങ്ങനെ ഒരു ആയത്തോ കേട്ടിട്ടുണ്ടാവില്ല, ഹദീസോ കണ്ടോ? വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണ് സംഗീതത്തിനെതിരെ, എത്ര ഹദീസുകളാണ് സംഗീതത്തിനെതിരെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇജ്മാ ആണ്, ഏകോപിച്ച അഭിപ്രായമാണ് സംഗീതം ഹറാമാണെന്നുള്ളത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ഇതൊന്നും കേൾക്കാത്തതുപോലെ അവൻ പോകും. അവന്റെ 2 കാതുകളിലും അടപ്പുള്ളതുപോലെ, എന്തോ മൂടി ഉള്ളതുപോലെ. ആകയാൽ നബിയെ, നീ അവന് വേദനയേറിയ ശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കാതെ. ഇത് പറയുമ്പോൾ ചില ആധുനികന്മാരുണ്ട്. ഇത് ആധുനികന്മാർ മാത്രമല്ല, ഇടക്കാലത്തും അത്തരം വാദക്കാരുണ്ടായിരുന്നു. പക്ഷെ അഹ്ലുസ് സുന്നയുടെ ഉലമാക്കള് പേപ്പർ കീറുന്നത് പോലെ 4 കീറാക്കിയിട്ട് കളഞ്ഞു അവരുടെ വാദത്തെ. അത്ര സില്ലിയായിട്ട്. കാരണം എന്താ? ഒരു അസലുമില്ല വാദത്തിന്. അതിലൊരു വാദമാണെന്ന് തരും. ഇന്നും ജീവിച്ചിരിക്കുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട് തരും, നല്ലതിന് ഉപയോഗിച്ചൂടെ എന്ന്. നല്ലത് ഏത്? ഹറാമിന് നല്ലതിന് ഉപയോഗിച്ചൂടെ എന്ന്. ഇവിടെ നാലിച്ചോക്കി, ഇതെന്തൊരു അബദ്ധവാദമാണത്. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത വാദം. എന്നിട്ട് പിന്നെ അവരുടെ സമ്മേളനങ്ങൾക്ക്, അവരുടെ സിംപോസിയങ്ങൾക്ക്, അവരുടെ സെമിനാറുകൾക്ക് ഒക്കെ പ്രത്യേകം ചില പാട്ടുകൾ ഉണ്ടാക്കി, അത് മ്യൂസിക്കോട് കൂടിയുള്ള പാട്ടൊക്കെ ഉണ്ടാക്കിയാണ് ഇറക്കാം. ഞാനൊരു ഉദാഹരണം പറയാണ്. സൂറത്ത് യാസീൻ അള്ളാന്റെ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. സൂറത്ത് യാസീൻ ഒരാൾ ഇറക്കുകയാണ്, മ്യൂസിക് ഇട്ട് ഇറക്കി, നമ്മൾ എന്താ പറയാ? അവിടെ നാലിച്ചോക്കി, ഇത്ര വലിയ അബദ്ധാണ് ഈ പറയുന്നത്. അതുകൊണ്ട് അഹങ്കാരമാണ് വീണ്ടും ഒരാളെ സംഗീതത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോകണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ.